ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോണാണ് പരിചയപ്പെടുന്നത്. അതായത് നമ്മൾ ഹോളിവുഡ് പടത്തിൽ കണ്ടിട്ടുണ്ട്, ഈ ആക്ഷൻ കാണിച്ചുകൊണ്ട് സ്ക്രീനിലൊന്നും ടച്ച് ചെയ്യാതെ കമ്പ്യൂട്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ, അതുപോലെയുള്ള ഒരുപാട് സീനുകൾ നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലുള്ളൊരു ഫീച്ചറുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതായത് LGയുടെ G8 സവിശേഷതകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഫോണിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണുള്ളത്. അതായത് ഹാൻഡ് ID, അതുപോലെ എയർ മോഷൻ, അതുപോലെ ഫേസ് അൺലോക്ക്. ഈ 3 നമ്മൾ ആദ്യം ചർച്ച ചെയ്യും. അതിന് ശേഷം നമുക്ക് ബാക്കി സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കാം. അപ്പോൾ ഒട്ടുമഴക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ചാനൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ GTR PUBG ഗെയിമിംഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങളൊരു PUBG പ്ലെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അവൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 ഫീച്ചേഴ്സാണ്. ആദ്യം നമുക്ക് ഹാൻഡ് ID എന്താണെന്ന് നോക്കാം. ഹാൻഡ് ID വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ പോലെ തന്നെയുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചർ തന്നെയാണ് പിന്നെ ഹാൻഡ് ID എന്ന് പറയുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ സാധാരണ സംഭവിക്കുന്നത്, നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ആ സ്കാനറിൽ വെക്കുന്ന സമയത്ത് അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ഫിംഗർ പ്രിൻറ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് IDയിൽ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാമറ ഉണ്ട്. ആ ക്യാമറയുടെ സഹായത്താൽ നമ്മൾ ആ ക്യാമറയ്ക്ക് നേരെ കൈ കാണിച്ചാൽ നമ്മുടെ ഈ കയ്യിലുള്ള രേഖ അത് ക്യാപ്ചർ ചെയ്യും. അത് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത കൈരേഖയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെയാണ് ഫോൺ അൺലോക്ക് ചെയ്യുന്നത്. അതാണ് ഹാൻഡ് ID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് എയർ മോഷനാണ്. എയർ മോഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോളിവുഡ് പടത്തിലൊക്കെ കാണുന്നത് പോലെ നമ്മളെ കൈ കൊണ്ട് സ്ക്രീന് കൺട്രോൾ ചെയ്യുക, അതായത് സ്ക്രീൻ ടച്ച് ചെയ്യാതെ. ഇതും ഈ ടൈം ഓഫ് ലൈറ്റ് ക്യാമറയുടെ സഹായത്താൽ തന്നെയാണ് ഇത് സാധിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ സൗണ്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ ക്യാമറയുടെ നേരെ കൈ വെച്ചിട്ട് സ്ക്രീനിൽ തൊടാതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വോളിയം കൂടിയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അതാണ് എയർ മോഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എനിക്ക് ഈ ഫോണിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. അതായത് ഇതുവരെ മറ്റൊരു ഫോണുകളിലും കണ്ടിട്ടില്ലാത്ത ഒരു ഇന്നോവേഷൻ കൂടിയാണ് ഈ LG G8 നമ്മൾ കണ്ട ഈ എയർ മോഷൻ എന്ന് പറയുന്ന ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫേസ് ID ആണ്. അപ്പോൾ ഫേസ് ID എന്തിനിവിടെ എടുത്തു പറയുന്നത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. കാരണം നമ്മൾ ഒരുപാട് ഫോണുകളിൽ ഫേസ് ID കണ്ടതാണ്. പക്ഷേ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈം ഓഫ് ലൈറ്റ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഫേസ് അൺലോക്കിംഗ് പ്രൊസീജിയർ നടക്കുന്നത്. മറ്റ് ഫോണുകളിലൊക്കെ നമ്മൾ കണ്ടത് ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ പ്രൊസീജിയർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ടൈം ഓഫ് ലൈറ്റ് ക്യാമറ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെറ്റർ പെർഫോമൻസ് നൽകുന്നതാണ് LG ഇവിടെ അവകാശപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫേസ് ID എടുത്തു പറയാനുള്ള കാരണം. ഇനി നമുക്കിതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസൊക്കെ നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.1 ഇഞ്ച് വലിപ്പമുള്ള Quad HD AMOLED ഡിസ്പ്ലേ ആണ് LG G8 നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1440x3120 പിക്സൽസാണ്. LG G8 ഒരു ഫ്ലാഷ് ചിപ്പ് സ്മാർട്ട് ഫോണാണ്. അതിനായി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റാണ്. അതുപോലെ തന്നെ 6GB റാമും 128GB സ്റ്റോറേജ് കപ്പാസിറ്റിയും ഈ ഫോണിനുണ്ട്. ക്യാമറ പരിശോധിച്ചാൽ ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് LG G8 ഗ്ലോബൽ വെർഷൻ എത്തുന്നത്. എന്നാൽ കൊറിയൻ വെർഷനിൽ ട്രിപ്പിൾ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. ഗ്ലോബൽ വെർഷനിലെ ഡുവൽ ക്യാമറയിൽ ആദ്യത്തേത് ഒരു 12 MB നോർമൽ ലെൻസും രണ്ടാമത്തേത് ഒരു 16 MB സൂപ്പർ അൾട്രാ വൈഡ് ലെൻസുമാണ് നൽകിയിട്ടുണ്ട്. 8 MB സെൽഫി ക്യാമറയാണ് G8 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 3500 mAh പവർഫുൾ ബാറ്ററിയും അതുപോലെ ഫാസ്റ്റ് ചാർജറും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡ് 9 അതായത് ആൻഡ്രോയിഡ് പൈലാണ് ഫോൺ പ്രവർത്തിക്കുക. LG G8 ഇന്ത്യയിൽ എന്ന് ലോഞ്ച് ചെയ്യുന്നുള്ളത് ഇതുവരെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സാധാരണ LGയുടെ ഫോണുകൾ ഗ്ലോബൽ വെർഷനിൽ ഇറങ്ങിയതിന് ശേഷം വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ്, അതായത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാറ്. പക്ഷേ ഈ LG G8 കാര്യത്തിലെങ്കിലും ഇത് കുറച്ച് നേരത്തെ ആവും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കും പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ പരിചയപ്പെടുന്നതിനൊക്കെ വേണ്ടി ഇതിൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.